പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ UDFിൻ്റെ നിർദ്ദേശാനുസരണം 1-ാം വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ആയപ്പള്ളി ഖദീജ UDFിൻ്റെ മുഴുവൻ അംഗങ്ങളുടെയും വോട്ടുകൾ നേടിക്കൊണ്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ ഇടതുപക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗങ്ങളൊക്കെ പാർട്ടിക്കകത്തും അതുപോലെ തന്നെ UDFിനകത്തൊക്കെ ഭിന്നതയുണ്ടെന്നും വരുത്തി തീർക്കാനും അതുപോലെയുള്ള ഒരുപാട് കുൽസിത ശ്രമങ്ങളൊക്കെ ഇവിടെ നടക്കണ്ടായി. എന്നാൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം മണ്ഡലം ജില്ലാ നേതാക്കന്മാരും UDFിൻ്റെ നേതാക്കന്മാരൊക്കെ ഇടപെട്ടുകൊണ്ട് അത്തരം പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും നേരിടാതെ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ പ്രയാസങ്ങളും തെരഞ്ഞെടുപ്പിൽ ബാധിക്കാത്ത രീതിയിൽ തന്നെ അതൊക്കെ പരിഹരിക്കപ്പെടുകയും UDFിൻ്റെ ധാരണ പ്രകാരം ആയപ്പള്ളി ഖദീജ അവിടെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതിൽ എല്ലാ UDFിൻ്റെ പ്രവർത്തകരെയും UDFിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ അനാവശ്യമായ കുറേ ചർച്ചകളും മറ്റുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലായിട്ട് ഇവിടെ നടക്കേണ്ടായി. അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സാധ്യതകളില്ല. വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവർ 19-ാം വാർഡ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ, അതായത് സീനത്ത് ജമാൽ ഉൾപ്പെടെയുള്ളവരാണെങ്കിലും എല്ലാവരും UDFിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച മറ്റുള്ളവരും 19-ാം വാർഡ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിച്ചതും അവർ തിരഞ്ഞെടുക്കപ്പെട്ടതും. അതിൽ മറ്റു രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി തന്നെ ഉണ്ടാകുകയും അത് അന്നത്തെ UDFിൻ്റെ നേതാക്കന്മാരൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ അത് ആരത് സ്ഥാനാർത്ഥിയാണെന്നും എങ്ങനെയാണ് അതിൻ്റെ മത്സര രീതി എന്നെല്ലാം അന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് 19-ാം വാർഡിൽ സീനത്ത് ജമാൽ മത്സരിച്ചിട്ടുള്ളതും ജയിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർന്ന് പ്രവർത്തനങ്ങൾ. പാർട്ടിക്കകത്തുള്ള ചർച്ചകളാണോ? തീർച്ചയായും അത് പാർട്ടിയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. പാർട്ടിക്ക് അത് സീനത്തിന് ലഭിച്ചോ ഇല്ലയോ എന്നല്ല, അത് പാർട്ടിയിലുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വം, ജില്ലാ നേതൃത്വം വരെയുള്ള ചർച്ചകളിലൂടെയാണ് അത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സീനത്ത് ജമാൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയല്ല എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നുള്ള ആളുകൾ ചില ചാനലിൽ വന്ന് പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് അതിന് യാഥാർത്ഥ്യം? തീർച്ചയായും അത് തെറ്റാണ്. അത് അങ്ങനെ ഒരു ധാരണയില്ല. UDFിൻ്റെ 23 വാർഡുകളിലേക്കുള്ള ചർച്ചകൾ നടക്കുമ്പോൾ 19-ാം വാർഡ് മുസ്ലിം ലീഗിന് നൽകണമെന്ന് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ ആവശ്യപ്പെടുകയും ആ ചർച്ച കോൺഗ്രസ് അന്ന് അവർ നിഷേധിച്ചെങ്കിലും പിന്നീട് അത് മണ്ഡലം UDFിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ സീനത്ത് ജമാലിനെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരവിടെ മത്സരിക്കാൻ അനുവദിക്കുകയും ചെയ്തതാണ്. ആ രീതിയിൽ തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അത് UDFിൻ്റെ മണ്ഡല നേതാക്കന്മാരുടെ അനുമതിയോടും കൂടി തന്നെയാണ് അവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സീനത്ത് ജമാൽ അവിടെ മത്സരിച്ചത്. അക്കാര്യത്തിൽ യാതൊരു തർക്കം ആർക്കില്ല. എല്ലാ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഭരണസമിതി ആ ആരോപണങ്ങൾ ഇടതുപക്ഷം ഉന്നയിച്ച അതേ സമയത്ത് തന്നെ അതിൻ്റെ എല്ലാ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവിധ പേപ്പറുകളും പത്രക്കാർക്ക് നൽകിക്കൊണ്ട് കൃത്യമായ മറുപടി അത്ര നടന്നിട്ടില്ലെന്നും കേരള സംസ്ഥാനത്തിലാകെ നടക്കുന്ന സർക്കാർ ഫണ്ടുകൾ അനുവദിച്ചത് ലഭിക്കാത്തതും വെട്ടിക്കുറച്ചതുമായ കണക്കുകളെല്ലാം അത് തിരുനാവായ പഞ്ചായത്തിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം പത്രക്കാർക്ക് മുമ്പിൽ അതിൻ്റെ എല്ലാ